അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ അഹമ്മദാബാദ് എന്ന സ്ഥലത്ത് വലിയ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ ജൂൺ മാസം 12-ാം തീയതി തകർന്നു വീണ് ഒരുപാട് ആളുകൾ ആ ഒരു അപകടത്തിലൂടെ മരണപ്പെട്ട സംഭവം പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും നാം കണ്ടവരും വായിച്ചവരാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കം ചില വിഷയങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ സഹോദരന്മാരായ നമ്മെ കേൾക്കുന്ന നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല ആനുകാലിക വിഷയങ്ങൾ, അതുപോലെ തന്നെ ഹദീസ് ക്ലാസ്സുകൾ, ഫിഖ് വിഷയങ്ങൾ, ഹെൽത്ത് ടിപ്സുകൾ, നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായി നമുക്ക് എപ്പോഴും യൂസേജ് ആയി വരുന്ന വളരെ അത്യാവശ്യമായ ചില ദിക്റുകളും ദുആകളും ആ രൂപത്തിൽ നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ഇൻഫോർമേഷനുകൾ, വിഷയങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ നല്ല നല്ല വിഷയങ്ങൾ അറിയിച്ചു തരണം, മനസ്സിലാക്കി തരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം കരകയറാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദുആ വസിയത്തുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടാകാം. നല്ല വീട് നിർമ്മിക്കണം, കല്യാണങ്ങൾ നല്ല രൂപത്തിലാകണം, ഗൾഫിലേക്ക് പോകുന്നവരുണ്ട്, അവരുടെ യാത്ര ശരിയായി കിട്ടണം. ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. അതെല്ലാം കമൻറ്റ് ബോക്സിലൂടെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിക്കണം. ആ രൂപത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ നിലനിർത്തുന്നവരാകണം. ആ രൂപത്തിലൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിനോട്, നമ്മുടെ വീഡിയോസുകളോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാകണം. അല്ലാഹു നല്ലതിന് സപ്പോർട്ട് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. ജൂൺ 12-ാം തീയതി നാം അറിഞ്ഞതുപോലെ ആ ഒരു എയർ ഇന്ത്യ എന്ന് പറയുന്ന പ്രത്യേകമായ ഫ്ലൈറ്റ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭഭായ് പട്ടേൽ എന്ന പ്രത്യേക വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോകേണ്ട വിമാനമായിരുന്നു. അങ്ങനെയാണ് പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്ത വിഷയം. അവിടെ നിന്ന് അന്ന് പുറപ്പെട്ട ഫ്ലൈറ്റിന്റെ പേര് എയർ ഇന്ത്യ A171 എന്ന ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റിൽ നമ്മുടെ ഇന്ത്യയിലെ 10 മലയാളികളടക്കം പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ലണ്ടനിലേക്ക് പഠന ആവശ്യത്തിനും ജോലി ആവശ്യത്തിനും പോകേണ്ട ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അപകടം സംഭവിക്കുന്നതിന് ചില സമയങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ വലിയൊരു അപകടം സംഭവിക്കുമെന്നുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം അവിടെ പൈലറ്റിന് കിട്ടിയിരുന്നു. പക്ഷേ എന്തും ചെയ്യാൻ നിവൃത്തിയില്ലാതെ പെട്ടെന്ന് മേലാൻ എന്ന സിറ്റിയിലുള്ള ഒരു പ്രത്യേകമായ കുട്ടികളൊക്കെ, വിദ്യാർത്ഥികളൊക്കെ, സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന ഹോസ്റ്റലിന്റെ മുകളിലാണ് ഇവർ വിമാനം തകർന്നു വീണത്. 242 പൈലറ്റ് അടക്കമുള്ള പാസഞ്ചേഴ്സ് ഉണ്ടായെങ്കിലും എല്ലാവരും മരണമടഞ്ഞു. പക്ഷേ 241 ആളുകളും മരണമടഞ്ഞു. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിശ്വാസ് കുമാർ റൂമേഷ് എന്ന് പറയുന്ന 40 വയസ്സുകാരനാണ് രക്ഷപ്പെട്ട അയാൾ. അദ്ദേഹം എമർജൻസി എക്സിറ്റിലാണ്, അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയിരുന്നത്. പെട്ടെന്ന് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല ധൈര്യം കൊണ്ട് അയാൾ ജനാല കാണുന്ന വിൻഡോ തുറന്നുകൊണ്ട് തുള്ളിയതാണ്. അദ്ദേഹത്തിന്റെ ധൈര്യം നാം സമ്മതിക്കണം. അതൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിമാനം തകർന്നു വീഴാൻ പത്ര റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളും ഒക്കെ നമ്മെ മനസ്സിലാക്കി തന്നത്, ഇങ്ങനെയുള്ളൊരു ഫ്ലൈറ്റ് തകർന്നു വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം ആവശ്യത്തിനധികം പെട്രോൾ അഥവാ ഫ്യൂൾ അടിച്ച കാരണം കൊണ്ടാണ്. നമുക്കറിയാം, അഹമ്മദാബാദിൽ നിന്നും മറ്റൊരു രാഷ്ട്രമായ ലണ്ടനിലേക്ക് വളരെ ദീർഘമായി യാത്ര പോകേണ്ടിയിരുന്ന ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കണക്കിനേക്കാൾ ജാസ്തി ഫ്യൂൾ അടിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ ചുട്ട് കരിഞ്ഞ് ഇത്ര വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ആ ഒരു ഫ്യൂൾ കണക്കിനേക്കാളും അധികം അടിച്ച കാരണം കൊണ്ടാണ് എന്നാണ് പത്ര റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളും നമ്മെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെയാണ് ആ ജൂൺ 12-ന് അഹമ്മദാബാദിൽ ഫ്ലൈറ്റ് തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ നിങ്ങളോട് എനിക്ക് ഈ ഒരു വീഡിയോയുടെ സന്ദേശമായി പറയാനുള്ളത്, ഒരിക്കലും തന്നെ നാം എത്ര വലിയ യാത്ര ഉദ്ദേശിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് യാത്ര ഉദ്ദേശിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ ഒരു നിയന്ത്രണത്തിലൂടെയും പേടിയിലൂടെ ആയിരിക്കണം നമ്മുടെ ഈ ഐഹികമായ ലോകത്തിന്റെ ജീവിതം. എപ്പോഴും നമുക്ക് മരണമെത്തുമെന്നുള്ള നല്ല വിശ്വാസവും നെഞ്ചുറപ്പും നമ്മുടെ മനസ്സിൽ വേണം. അതാണ് സൂറത്തുൻ നിസാ എന്ന ഖുർആനിലെ ഒരു പ്രത്യേകമായ അധ്യായത്തിൽ, ഒരു പ്രത്യേകമായ ആയത്തിൽ കാണാം, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത വലൗ കുന്ത ഫീ ബുറൂജിൻ മുശയ്യദ. എത്ര വലിയ പർവ്വതത്തിന്റെ മുകളിലാണെങ്കിലും, ആരും കാണാത്ത ഒരു റൂമിന്റെ ഉള്ളിലാണെങ്കിലും, നിങ്ങൾ എത്ര സേഫ്റ്റി ആയിരിക്കുന്ന ആളുകളാണെങ്കിലും
മരണത്തിന്റെ സമയമാകുമ്പോൾ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അതൊരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്ത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി നോക്കുമെന്ന് പല സന്ദർഭങ്ങളിൽ സാന്ദർഭികമായി ഖുർആൻ നമ്മെ മരണത്തെ പേടിപ്പിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐഹികമായ ലോകത്ത് നാം എത്ര വലിയ യാത്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും മരണം നമ്മെ നമ്മുടെ സമയമെത്തിയാൽ പിടികൂടുമെന്ന നല്ല സന്ദേശമാണ് നിങ്ങളോട് കൈമാറാനുള്ളത്. മഹാന്മാരായ സ്വഹാബത്തും മറ്റു സ്വാലിഹ്യങ്ങളൊക്കെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഐഹികമായ ലോകത്ത് ജീവിച്ചവരാണ്. മരണം അവരെപ്പോഴും ഭയപ്പെട്ടിരുന്നു. ഇവരു അഹമ്മദാബാദിലൂടെ നമുക്കറിയാം ആ ഒരു ഫ്ലൈറ്റ് കയറിയിരുന്ന ആളുകൾ ലണ്ടനിലേക്ക്, രഞ്ജിത എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒമാനിലൊക്കെ വലിയ നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്ത സ്ത്രീയാണ്. ഇപ്പോൾ ലണ്ടനിലാണ് അദ്ദേഹം നേഴ്സായി ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീവിന് വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ്. കേരളത്തിലേക്ക് വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന വഴിയായിരുന്നു അപ്പോഴാണ് രഞ്ജിതയ്ക്ക് മരണം സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് വീക്ഷകന്മാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ യാത്ര നാം ഉദ്ദേശിക്കുകയാണെങ്കിലും ഈ ഐഹികമായ ലോകത്ത് നാം നമ്മുടെ മതങ്ങൾ പറഞ്ഞതുപോലെ അഥവാ ഇസ്ലാം ദീൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിയമം കാറ്റിൽ പറത്താതെ നല്ല രൂപത്തിൽ എന്താക്കേണ്ടതുണ്ട്, ജീവിതം നയിക്കേണ്ടതുണ്ട്. മരണം ഏത് സമയത്ത് വന്നെത്തും നമുക്ക് പറയാൻ പറ്റൂല. മറ്റു ഒരു കുടുംബത്തിന്റെ സെൽഫി ഫോട്ടോ വൈറലായിരുന്നു. അഥവാ ഒരു വാപ്പയും ഉമ്മയും 3 മക്കളും കൂടിയിരുന്ന ഒരു കുടുംബം വളരെ നല്ല രൂപത്തിൽ സെൽഫി എടുത്തും വളരെ സന്തോഷത്തോടു കൂടി ആഹ്ലാദിച്ചുകൊണ്ടായിരുന്നു ഫ്ലൈറ്റിൽ ഇരുന്നത്. പക്ഷേ പിന്നീട് ആ ഒരു ഫോട്ടോ വൈറലായപ്പോൾ വലിയ ദുഃഖമായി പോയി. കാരണം അതൊക്കെ നമുക്ക് അള്ളാഹു താല ചിന്തിക്കാൻ, മരണം ഏത് സമയത്ത് എത്തും, ഐഹികമായ ലോകത്ത് വളരെ ആഹ്ലാദിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ എന്നൊക്കെ അള്ളാഹു താല നമ്മെ മനസ്സിലാക്കി തരുന്ന ഫോട്ടോസുകളാണ്. അതിലൂടെ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്കറിയാം സ്വഹാബത്തിൽപ്പെട്ട 2ാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും ഐഹികമായ ലോകത്തിന് വലിയ ഇൻട്രസ്റ്റ് കൊടുക്കാതെ, താല്പര്യം കൊടുക്കാതെ അവിടുത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ താരിഖുൽ ഖുലഫ പോലത്തെ ഖലീഫമാരുടെ ചരിത്രം പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം. കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ, ഉമരെ സമയം കളയാൻ അഥവാ ടൈം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ മരണത്തെ ഓർക്കുന്നതായിരിക്കും നിനക്ക് മതിയായ വിഷയം എന്ന്. അതാണ് നിനക്ക് ഉപദേശം കിട്ടാൻ ഏറ്റവും നല്ല വിഷയം മരണത്തെ ഓർക്കലാണ്. അത് മതി നിനക്ക് ഏറ്റവും നല്ല ഉപദേശകൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മോതിരത്തിൽ എഴുതി വെച്ചിരുന്നു എന്ന് മാത്രമല്ല, ഒരു വേലക്കാരനെ പ്രത്യേകം കരുതി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തുകൊണ്ട് മരണമുണ്ട് ഉമരെ എന്ന രൂപത്തിൽ ഒരാളെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചിരുന്നു എന്നാണ്. ആ രൂപത്തിൽ നമ്മുടെ മുൻഗാമികൾ, സ്വഹാബത്ത്, സ്വാലിഹീങ്ങൾ, ഇമാമിങ്ങൾ, അങ്ങനെ ഇസ്ലാമിൽ നമുക്ക് മുമ്പേ കടന്നു വന്നവർ അവരൊക്കെ ഐഹികമായ ലോകത്തിന് വലിയ താല്പര്യം കൊടുക്കാതെ മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു. അതാണ് ഈ ഒരു അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് തകർന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള സന്ദേശം. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ ഒരു സ്ഥലം പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന വാക്കുണ്ടായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. എന്താണ്? കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, ഒരു വിദേശിയെ പോലെയാണ് ജീവിക്കേണ്ടത്. ഏത് സമയത്തും അള്ളാഹു വിളിക്കുന്ന സമയത്ത് നമുക്ക് പോകേണ്ട ഇരിക്കുന്നു. മരണം ഏത് സമയത്ത് വന്നെത്തുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നീ ഏത് സമയത്തും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖബറാളികളെ കൂടെ ശരീരങ്ങളെ എണ്ണണം. അഥവാ എപ്പോഴും ഖബറിനെ ഓർത്തുകൊണ്ട് പാരത്രികമായ ലോകത്തിന്റെ വിജയം ചിന്തിച്ചുകൊണ്ട് ഐഹികമായ ലോകത്ത് ജീവിക്കണമെന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശങ്ങളിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന മുഅ്മിനീങ്ങൾ ആ ഒരു ഫ്ലൈറ്റ് തകർന്നതുമായി ബന്ധപ്പെട്ട് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന ചില ദൃഷ്ടാന്തങ്ങളാണിത്. അഥവാ അവനെ മറന്നുകൊണ്ട് നാം എന്തൊരു വിഷയം, ഈ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ അള്ളാഹുവിനെ മറന്നു, മതത്തിന്റെ നിയമങ്ങൾ മറന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഏത് യാത്ര പോകുന്നവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തുകൊണ്ട് അവൻ വിരോധിച്ചതിന് വിരോധിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാനുള്ള സന്ദേശമാണ് ഈ ഒരു ഫ്ലൈറ്റ് തകർന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നല്ല നല്ല ആനുകാലിക വിഷയങ്ങൾക്കും ഹദീസ് ക്ലാസ്സുകൾക്കും ഫിഖ് മസ്അലകൾക്കും അതുപോലെ തന്നെ മറ്റു ദിക്ർ ദുആകൾ, നമ്മുടെ മുഅ്മിനീങ്ങളായ നമ്മുടെ നല്ല ജീവിതത്തിന് ആവശ്യമായ ഹെൽത്ത് ടിപ്സുകൾക്കും മറ്റും നല്ല നല്ല വിഷയങ്ങൾക്ക് നമ്മുടെ ചാനലിനോട് നിങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസുകൾക്ക് നല്ല ലൈക്കും ഷെയറും ഒക്കെ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നല്ലതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.